അതിൽ ഡിവേഴ്സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണേ. സോ എനിക്ക് താൻ പറഞ്ഞതിൽ കാരണം എന്താണെന്നറിയോ, ഇത് എടുത്ത് ഇങ്ങനാക്കി ഫസ്റ്റ് നിനക്ക് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാമ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞോണേ, മാമ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞ ഞാനാണ് പക്ഷെ ഇത് ചെയ്യണത്. പക്ഷെ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവണത്? നമസ്കാരം സുഹൃത്തുക്കളെ, ബാലയെ പറ്റി ഈയിടെയായി ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ബാല എന്ത് ചെയ്യുന്നു, പുതിയ കുറച്ച് തന്ത്രങ്ങളുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. തൻ്റെ ഭാര്യയെ മുൻനിർത്തിയാണ് ബാല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഈ ഇടയ്ക്ക് ബാല തൻ്റെ ഭാര്യയെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിടുകയുണ്ടായി. എലിസബത്ത് ആൾറെഡി ഒരു കല്യാണം കഴിഞ്ഞ ആളാണ്, അത് പുറത്ത് പറയാതെയാണ് ബാലയുമായിട്ട് കല്യാണം നടത്തിയത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ വീഡിയോയിൽ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മൊത്തം കാണുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് வீடியோட்டு போவோம். நிறைய விஷயங்கள் பார்க்கும்போது எனக்கு ரொம்ப அது கஷ்டமாக இருக்குது. ஏன்னா நானும் ஒரு பொண்ணு தானே, எனக்கும் நிறைய கஷ்டங்கள் இருக்குது. ஸோ நீங்கள் எனக்கு சப்போர்ட் பண்ணுவீங்கன்னு நான் நினைக்கிறேன். இந்த மெசேஜ் நான் டைரெக்டாக யாருக்கு சொல்கிறேன்னா எலிசபெத் அக்காவுக்கு தான் நான் சொல்கிறேன், எலிசபெத் சேச்சிக்கு தான் நான் சொல்கிறேன். இப்போது ஒரு 20 minutes பிஃபோர் தான் நான் உங்கள் வீடியோ பார்த்துருந்தேன். நீங்கள் எனக்கு சேலஞ்ச் பண்ண மாதிரி இருந்தது. அதாவது என்னென்னா, லாஸ்ட் டைம் வீடியோ போட்டிருந்தேன். இது நான் என்ன சொல்ல வரேன்னா, மாமா வந்து நீங்கள் ஒரு கேர்ளாக இருந்து இது இருக்குது அது இருக்குது அப்படி இப்படி நிறைய விஷயங்கள் சொல்கிறீங்க. பட் மாமா வந்து ஒரு எப்படி சொல்கிறது, ஒரு ஜென்னாக இருந்து ஒரு அவர் வந்து சொல்ல முடியாத நிறைய விஷயங்கள் இருக்குது. அதெல்லாம் வந்து சொன்னால் எங்களுக்கு அது அசிங்கம். உங்களுக்கு அது அசிங்கமோ இருக்கோ இல்லையோ, அது எங்களுக்கு ரொம்ப அசிங்கம். ஸோ நான் என்ன சொல்ல வரேன்னா, நான் வந்து என் மாமாவோட ரொம்ப சந்தோஷமாக நல்லா இருக்கேன். அதே மாதிரி நீங்கள் வந்து ரெஜிஸ்டர் மேரேஜ் பண்ணியிருக்கீங்கல்ல, அதை வந்து ஃபஸ்ட்டு இந்த மக்களுக்கெலாம் சொல்லுங்கள். ஏதோ நாங்கள் ஏமாத்துறோம், அது பண்ணுறோம், இது பண்ணுறோம் நீங்கள் சொல்கிறீங்கல்ல, நீங்கள் ஃபஸ்ட்டு இவங்களெல்லாம் ஏமாத்துறீங்கல்ல, அவங்கள ஃபஸ்ட்டு நீங்கள் சொல்லுங்கள். யார் உங்கள் ஹஸ்பண்ட்? ஃபஸ்ட்டு உங்கள் ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே, அதை ஃபஸ்ட்டு நீங்கள் வெளியில் சொல்லுங்கள். உங்கள் ஹஸ்பண்டோட நீங்கள் சந்தோஷமாக இருங்க. நீங்கள் போனீங்கல்ல, எதுவுமே வேணான்னு போனீங்கல்ல, இப்போ மட்டும் எப்படி 1.5 வருஷம் கழிச்சு வந்து நீங்கள் பேசுகிறீங்க? ഓക്കെ, അപ്പോൾ കോകില പറയുന്നത് എലിസബത്ത് ആൾറെഡി കല്യാണം കഴിഞ്ഞാണ്, ഒരു ഡോക്ടറിനെയാണ് കല്യാണം കഴിച്ചത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ബാലയെ കല്യാണം കഴിച്ചത്. എന്നിട്ട് ബാലയെ പറ്റി കുറ്റം പറയുന്നു, ബാലയെ നാട്ടുകാരുടെ മുന്നിൽ നാറ്റിക്കുന്നു എന്നാണ് കോകില പറയുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബാല ഇപ്പം നേരിട്ടൊന്നിനും ഇറങ്ങുന്നില്ല. ബാല ആൾറെഡി കുട്ടികളുടെ മുമ്പിലുള്ള വിശ്വാസം പതുക്കെ പതുക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തനിക്കുള്ള പ്രശ്നങ്ങൾ, കേസുകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പം താൻ ഇറങ്ങുന്നതിനേക്കാളും സ്വന്തം ഭാര്യ വെച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിലാണ് ബാല ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാലയുടെ അതേ അപ്രോച്ചാണ് കോകിലയും എടുത്തിട്ടുള്ളത്, ഇമോഷണൽ അപ്രോച്ച്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു, എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇമോഷണൽ അപ്രോച്ചാണ് ഇവിടെ കോകിലയും എടുത്തിട്ടുള്ളത്. അപ്പം ബാല പറഞ്ഞു കൊടുത്തതല്ല എന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാവത്തില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. ബാക്കി കേൾക്കാം. சொல்லுங்க. இவ்வளோ நாள் இதை நான் சொல்லக்கூடாது, மாமா நான் இதுக்கு முன்னாடியே நான் சொன்னேன். கல்யாணத்துக்கு முன்னாடி மாமா தான் சொன்னார், வேண்டாம் போட்டு பாவம், வேண்டாம் நல்லா இருக்கட்டும், அப்படி சந்தோஷமாக இருக்கட்டும் சொல்லிட்டு அவர் சொன்னார். ஆனால் நீங்கள் வந்து இவ்வளோ கீழ்த்தனமாக நீங்கள் பண்ணுறீங்க. இதில் எவ்வளோ உண்மை எவ்வளோ பொய் இருக்குதுன்னு எனக்கு நல்லாவே தெரியும். ஸோ எப்படி இந்த மாதிரிலாம் உங்களால் பேச முடியுதுன்னு எனக்கு தெரியல. அதே மாதிரி நீங்கள் வந்து 15 வருஷமாக மெடிசன் சாப்பிட்றீங்க, 15 வருஷமாக. இதை நீங்கள் ஃபஸ்ட்டு எல்லாருக்கும் சொல்லுங்களேன். எல்லாருக்கும் தெரிகிறது என்னென்னா, எலிசபெத் சேச்சினா வந்து ஒரு டாக்டரு, அவங்க வந்து நல்லா இருப்பாங்க, பாவமானவங்க, அது மாதிரி தான் நீங்கள் நினைக்கிறீங்க. ஆனால் அவங்க உள்ளே வந்து என்ன இருக்குன்னு உங்களுக்கு தெரியவே தெரியாது. அதே மாதிரி அவங்க லைஃப்பில் என்ன நடக்குதுன்னு உங்களுக்கு தெரியாது. தெரியாமல் நீங்கள் பாட்டுன்னு வந்து இது அது இதுன்னு சொல்லி பேசிகிட்டு இருக்கீங்க. என்ன சொல்கிறதுன்னு எனக்கு தெரியல. இதெல்லாம் பார்க்கும்போது எனக்கு ரொம்ப கஷ்டமாக இருக்குது. நாங்கள் வாழணும்னு நீங்கள் நினைக்கிறீங்கன்னா தயவு செஞ்சு எங்களை വാഴ വിടുங்க. ഞാൻ പറഞ്ഞ ഇമോഷണൽ പരിപാടിയാണ് ഇവിടെയും അവരെടുത്തിട്ടുള്ളത്. ഞങ്ങളെ ജീവിക്കാൻ വിടൂ, ഞങ്ങൾ ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇമോഷണൽ അപ്രോച്ചാണ് ഇവിടെ കോകിലയും എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇത് ബാലയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം ബാല പറഞ്ഞു കൊടുത്തതാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നത്തേയില്ല ഇത് കേട്ട് കഴിഞ്ഞാൽ. ബാക്കി കുറച്ച് കാര്യങ്ങളുടെ കോകില പറയുന്നുണ്ട്, അതുകൂടെ കണ്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. நீங்கள் வந்து ரெஜிஸ்டர் பண்ண மேரேஜோட ஒருத்தர் இருக்கார் இல்லையா, அவரோட நீங்கள் சந்தோஷமாக வாழுங்க. மாமாவை வந்து இது பண்ணாதீங்க. நாங்கள் வந்து சந்தோஷமாக வாழ்கிறோம். அது എൻ്റെ മാമയെ വിട്ടേക്ക്, ഞാനും മാമയോട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്.
പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇതിനു മുമ്പുള്ള പല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള 2 ഭാര്യമാരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിട്ടും കോകില ഒരു കോൺഫിഡൻസോടെയാണ് പോകുന്നത്. അപ്പം കോകിലയ്ക്ക് എല്ലാ ആശംസകളും. ബാക്കി കോകില പറയുന്നതോടെ കേട്ട് തിരിച്ചു വരാം. அதே மாதிரி இப்போ இதெல்லாம் வந்து உங்களுடைய என்ன சொல்கிறது ப்ரூஃப் நாங்கள் கொஞ்சம் எடுத்து வச்சுருக்கோம். நாங்கள் வந்து கேஸ் கொடுக்க விரும்பலை. நீங்கள் கேஸ் கொடுக்கும் மாமா வந்து அது வேண்டான்னு சொல்லிட்டாரு. ஏன்னா இவ்வளோ நாள் வந்து வேண்டாம் சொல்லிட்டு இருந்தது. இன்றைக்கி நீங்கள் வந்து இது பண்ணது எனக்கு ரொம்பவே கஷ்டமாக இருந்தது. அது இல்லாமல் இதெல்லாம் வந்து மாமாவும் உங்களுடைய பிரதர் கிறிஸ்டோஃபர் அவர் இருக்கார்ல அவருடைய டெக்ஸ்ட்டு. அப்புறம் இது வந்து 4 கம்ப்ளைண்ட் இருக்குது. அந்த கம்ப்ளைண்ட்டோட இது 2022 நடந்தது. அது எல்லாமே இருக்குது. இதெல்லாம் வந்து காமிக்கணுன்ட்டு எனக்கு இது கிடையாது. பட் நான் சொல்கிறேன், ஹார்பர் டிப்ரெஷன்லேயும் சூசைட் வந்து ஐடியல்லையும் நீங்கள் இருக்கீங்க. அது வந்து ஆமாவா இல்லையா மட்டும் நீங்கள் சொல்லுங்கள். ஏன்னா எதுவுமே வந்து അപ്പം കോകില പറയുന്നത് 15 വർഷമായി എലിസബത്ത് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഡിപ്രഷനിലെയും കാര്യങ്ങളിലും ഒക്കെയാണ്, എന്തിനൊക്കെയോ വേണ്ടിയുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, കുറേ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ പേപ്പർ എടുത്ത് കാണിക്കുക. എന്നാൽ ഈ പേപ്പറിലുള്ള കാര്യം എന്താണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുക പോലുമില്ല. ഞങ്ങളുടെ ഈ പ്രൂഫ് ഉണ്ട്, ആ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി കാണിക്കുക. എന്തിന് ഈ പ്രഹസനം? ഇത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. பாக்கி இந்த പറയുന്നത് கேட்கலாம். ஏன்னா எதுவுமே வந்து மக்களுக்கு வந்து எல்லாமே நினச்சிட்டு இருக்காங்க, ரொம்ப மாமா மேலே ரொம்ப மிஸ்டேக் இருக்குது. இப்போ எல்லாமே வந்து நீங்கள் சொன்னது எல்லாமேனால மாமா மேலே ரொம்ப பேர் நீங்கள் ரொம்ப டேமேஜ் பண்ணிட்டீங்க. உங்கள் பேர் வந்து இப்போ வரைக்கும் மாமா வந்து டேமேஜ் பண்ணக்கூடாது, பாவம் வேண்டாம் அப்படின்னு சொன்ன ஒரே இதுக்காக மட்டும்தான் நாங்கள் இது வரைக்குமே எதுவுமே பண்ணல. ஸோ நீங்கள் இன்னும் பண்ணணும், இது பண்ணணும்னா பண்ணுங்கள். அதை நான் எப்படி ஃபேஸ் பண்ணுமோ நான் பண்ணிக்கிறேன். இப்போ கூட வந்து மாமா இது பண்ணக்கூடாதுன்னு தான் சொன்னார். பட் நீங்கள் இப்போ ஒரு வீடியோ போட்டிருந்தீங்களே, வாட் ஐ ஹேவ் டு சே அப்படி சொல்லிட்டு மாமா அப்படி சொல்லிட்டு போட்டிருந்தீங்கள்ல, அந்த வீடியோக்காக தான் நான் இப்போ ரிப்ளை கொடுக்குறேன். അപ്പം മാമ ഒന്നുമേ പണല്, മാമ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. കോകില ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് കോകില പറയുന്നത്. കേൾക്കുന്ന ആളുകളൊക്കെ എല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത്. ബാല ഇതിൻ്റെ പിന്നിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല, എടുത്തിട്ടുമില്ല. വളരെ നല്ല മനുഷ്യനാണ് ബാല. ബാലയ്ക്ക് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണണം, പുള്ളിക്ക് ഫെയിം വേണം, കാര്യങ്ങളൊക്കെ വേണം. അത് നമ്മൾ പുള്ളിയുടെ ഒരു രീതികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. പിന്നെ പുള്ളിക്ക് കുറച്ച് മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് രീതികളൊക്കെ ഉണ്ട്. പുള്ളി ആഗ്രഹിച്ച പോലെ ഒരു ഭാര്യയാണിത്. താൻ പറയുന്നതൊക്കെ കേൾക്കണം, താൻ പറയുന്നത് അതുപോലെ ചെയ്യണം. അങ്ങനെയുള്ളൊരു ഭാര്യയാണ് ഇപ്പോൾ എന്തായാലും പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. കോകില പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസ് ആയിട്ട് എലിസബത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെ കൊണ്ട് അവരെ ചീത്ത വിളിക്കുക, അവരെന്നെ പറ്റിച്ചു, നീ എന്തൊട്ട് ഭാര്യയാണ്, നീ അവരെ അങ്ങനെ പറഞ്ഞ് മീഡിയയിൽ വന്നിട്ട് പറ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്നെ പിന്നെന്ന് അവസാനം ഒന്നും പറ്റാണ്ടാവുമ്പോഴാണ് ഇന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആക്ടറിൻ്റെ ഇഷ്യൂവിൽ നീ പറ ഇനി എന്ത് ഭാര്യയാണ്. അതുപോലെ ഗൺ കേസിൽ ഇന്നേയും കൂടി മോളത്തെ റൂമിൽ ചെകുത്താൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു. അപ്പോഴും പറയണവരിത് നീ എന്ത് ഭാര്യയാണ്, ഒപ്പം നിൽക്കാത്ത ഭാര്യ. സോ ഇത് എല്ലാ കള്ളത്തരങ്ങൾക്കും ഒപ്പം നിൽക്കണ ഭാര്യയാണ്. അതാണ് പോയിന്റ്. ഇപ്പം ബാല പറയുന്നതൊക്കെ അതുപോലെ കേട്ട് കോകില അതേപോലെ ചെയ്യുന്നുണ്ട്. അതായിരുന്നു ബാലയ്ക്ക് വേണ്ടത്. പണ്ട് ബാല ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടപ്പോൾ എലിസബത്തിനോട് അത് ചെയ്യ് ഇത് ചെയ്യുന്നു പറഞ്ഞു. എലിസബത്ത് അതൊന്നും കേട്ടില്ല. എലിസബത്തിന്റെ ബാലയുടെ കൂടെയുള്ള പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് തോന്നും എലിസബത്ത് ഭയങ്കര പേടിച്ചിരിക്കുന്ന പോലെ, എലിസബത്തിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം എലിസബത്തിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതൊന്നും എലിസബത്ത് ചെയ്തിരുന്നില്ല. പക്ഷെ കോകില ഭയങ്കര ധൈര്യമുള്ളതും അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബാല പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണെന്ന് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് എലിസബത്ത് പറയുന്നത്. കുറച്ച് കാര്യങ്ങളോട് എലിസബത്ത് പറയുന്നുണ്ട്, അതോടെ കണ്ട് തിരിച്ചു വരും. ഒപ്പം നിന്ന് നീ അവിടെ വെറുതെ ഇരുന്നാൽ മതി. എൻ്റെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് എത്രമാത്രം ഇൻട്രസ്റ്റിലാണ് ഞാൻ ആ വീഡിയോയിൽ ഇരുന്നിരുന്നതെന്ന്. ഇത് പക്ഷേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണിക്കാം. അതിനകത്ത് ബാലയുടെ ഒരു രീതി അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും ഞെട്ടിത്തെരിച്ചു പോകും. ഇത് ഒരുമിച്ചുള്ളപ്പോഴുള്ള ഒരു വീഡിയോ ആണ്. ആ പെൺകുട്ടി പേടിക്കുന്നതിലും കാര്യമുണ്ട്. എന്താണ് സ്നേഹമാണോ അതോ താൻ പറയുന്നത് കേൾക്കുന്ന ഒരു അടിമയാണോ എന്താണെന്നുള്ള ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കൊന്ന് കണ്ടു തിരിച്ചു വരാം. എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളുടെ ഫാമിലിയോട് ഇരുന്ന് ഇതുപോലെ ആഘോഷിക്കുക. ആദ്യം എനിക്ക് താ. എനിക്ക് താൻ പറഞ്ഞതിൽ കാരണം എന്താണെന്നറിയോ?
ഇത് എടുത്ത് ഇങ്ങനെ ആക്കി ഫസ്റ്റ് നിനക്ക് കൊടുക്കാൻ വേണ്ടി. ആ, എന്താ സ്നേഹം ഇതിന്റെ ബാക്കിയും കൂടെ കുറച്ചുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു ശരി ആ പെൺകുട്ടിക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ പുള്ളി വാങ്ങിക്കുമെന്ന്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സീൻ നിങ്ങൾ നോക്കുക. ആ എലിസബത്ത് കയ്യിൽ നിന്ന് തരുന്ന സാധനം കഴിക്കാൻ നിങ്ങൾക്ക് വയ്യായോ, അല്ലെങ്കിൽ താൻ എന്തോ കുറഞ്ഞു പോകുന്നുള്ള ചിന്താഗതിയാണോ? ഇതുകൂടെ ബാക്കിയൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഹാപ്പി ഓണം. അപ്പൊ ഓക്കെ, എന്താണ് അവിടെ കാണിക്കുന്നത്? പുള്ളി എണീറ്റ് പോവാണ്, എനിക്ക് വേണ്ട. ഇതാണോ സ്നേഹം? ഇതാണോ ഓണത്തിന് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം? ഗുണ്ടാവ് ഗുണ്ടാവ് ഗുണ്ടാവ്, ഇനി കുറച്ചുകൂടെ വണ്ണം വെക്കാൻ എന്ത് കളിയാക്കുന്നു, ബോഡി ഷെയിം ചെയ്യുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ സ്നേഹം? അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ആ പെൺകുട്ടി എത്രത്തോളം പേടിച്ചാണ് അവിടെ നിന്നിട്ടുള്ളത്. ആ പുള്ളി പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ എലിസബത്ത് അനുഭവിച്ചു എന്നുള്ളത്. അതൊന്നും കോകിലയ്ക്ക് നേരിടേണ്ട വരത്തില്ല. ബിക്കോസ് കോകില ബാല പറയുന്ന പോലെ തന്നെ കേട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി നമുക്ക് കറണ്ട് എലിസബത്ത് പറയുന്ന കുറച്ച് കാര്യം കൂടെ കേൾക്കാം. എനിക്ക് അന്ന് ചെറുത്താൻ്റെ ഇതിൽ നിനക്കും കൂടി ഒരു പണിയെടുക്കട്ടെ, നീ എങ്ങാനും എൻ്റെ എതിരെ തിരിഞ്ഞ നിൻ്റെ പേരിലൊരു തോക്ക് കേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിക്കാരിക്ക് പണി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എലിസബത്തിന് കിളിയില്ല, പറന്നുപോയി എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കുക. ഇവിടെ ആ പെൺകുട്ടിയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതിന്റെ കൃത്യമായ കാര്യം എലിസബത്ത് പറയുന്നുണ്ട്. പണ്ട് എലിസബത്തിനെ തോക്കെടുത്തുകൊണ്ട് പോയി മേളിൽ കൊണ്ടുപോയത് തോക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് എലിസബത്തിനെ പെടുത്താൻ നോക്കിയതായിരിക്കും. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ട് വീഡിയോ വെച്ചിട്ട് അതിനെ പെടുത്തുകയാണെന്നാണ് എലിസബത്ത് കൃത്യമായിട്ട് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുടെ കാര്യം അതായത് ഞങ്ങാനും ഡിഫേമേഷൻ വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ, പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാമ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞോണേ, മാമ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞ ഞാനാണ് പക്ഷെ ഇത് ചെയ്യണത്. പക്ഷെ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവണത്? പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ആയാണ്. പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരും ചെയ്യില്ല. ഇത് എത്ര ആൾക്കാരാണ്, ഒരാൾ വന്നിട്ട് വേറെ വീഡിയോയിൽ ചേട്ടനോട് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ചേട്ടനോട് സമ്മതം ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു. ഇവരും ചേട്ടൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റിന് ഭയങ്കര നല്ല മനുഷ്യനാണേ. അതിൽ ഡിവേഴ്സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണേ. സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ ഇയാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണ സമയത്ത്, ഇപ്പം കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണ സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും മുമ്പത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്, എനിക്ക് നാണക്കേടാന്ന് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞോണത്. അതായത് എനിക്ക് നാണക്കേടില്ല, പുള്ളിക്ക് നാണക്കേടാന്ന്. ഇപ്പൊ തന്നെ പുള്ളിയുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പുള്ളി ഫെയിം അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ നല്ല രീതിയിൽ നിൽക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയെ പറ്റി ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ എലിസബത്ത് ഡിവോഴ്സ് ആണെന്ന് അറിഞ്ഞ് അങ്ങനെയുള്ളൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അക്കൗണ്ടിൽ നിന്നാണ് ഇവർ ചാറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കല്യാണത്തിൽ എത്തിയത്. പക്ഷേ ഡിവോഴ്സ് ആണെന്നുള്ള കാര്യം ആരോടും പറയരുതെന്നാണ് ബാല എലിസബത്തിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നും എലിസബത്ത് പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കോകിലയും കൊണ്ട് ഇമാതിരി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, കോകില എന്ന് പറഞ്ഞ ഭാര്യ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, താൻ പറയുന്നത് കേൾക്കുന്ന ഒരു ഭാര്യയാണ്. താൻ പറയുന്ന പോലെ വീഡിയോ ഇടും, സപ്പോർട്ടീവാണ്. ഇതൊരു മാലപ്പടക്കം പോലെ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനവും ഇല്ല. ഒരാളൊരു വീഡിയോ ഇടുന്നു, വേറൊരാൾ വീഡിയോ ഇടുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് എന്താണ് തോന്നുന്നത്? ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.